ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ പൂന്താനമ്മനയിലെ അദ്ദേഹം അവിടെ വന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ പേരും കാര്യങ്ങളൊക്കെ അബിയോട് ചോദിച്ചു. അപ്പോൾ രാധാമണി വാരസ്യാരെന്നാണ് പേരെന്നും പറഞ്ഞു. അങ്ങനെ അമ്മ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. അദ്ദേഹം അമ്മയെ ശരിക്കും ശ്രദ്ധിച്ചു. അതിനുശേഷം അമ്മയുടെ കൈ ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കിയിട്ട് തലയാട്ടി. ഏകദേശമൊക്കെ ആ സ്വാമിക്ക് മനസ്സിലായി കാര്യങ്ങൾ. എവിടെയാണാവോ സ്ഥലം എന്ന് ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയോട് നമ്മുടെ അത് ആൾ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഭ്രാന്തിൽ നിന്നുള്ള പരിവർത്തനമാണെന്നും എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയാണെന്നും അവിടെയാണ് ഇപ്പോൾ രാധാമണി ചെന്ന് എത്തി നിൽക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. എല്ലാ മനസ്സുകളിലും ഓരോ അഗ്നിപർവ്വതങ്ങളുണ്ടെന്നും ആ അഗ്നിപർവ്വതങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണെന്നൊക്കെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു. അത് നമ്മൾ അടക്കി പിടിച്ച് നടക്കുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ചില സമയത്ത് നിയന്ത്രണം വിട്ടു പോകുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് പലയിടത്തും പല ഇതും ഉണ്ടാവുന്നതെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇവരോട് പറയുക. അപ്പോൾ രാധാമണി വാരസ്യാരുടെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ് നടക്കുന്നതെന്ന് തിരുമേനി ഇവരോട് പറയാം. അത് കേട്ടപ്പോൾ അമ്മയൊന്ന് സംസാരിച്ച് കാണാനുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കിപ്പോൾ ഉള്ളൂ തിരുമേനിയെന്ന് നമ്മുടെ ജാനകി പറയുമ്പോൾ, ചികിത്സ തുടങ്ങാം, ധാരയും ശിരോവസ്ഥയും കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. കൂടെ മറ്റ് ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഉരുകി പാറ പോലെ പോയ മനസ്സിനെ അലിയിച്ചു കളഞ്ഞ് ഓർമ്മകൾ തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം സംസാരശേഷിയും അമ്മയ്ക്ക് ഉണ്ടാവുമെന്ന കാര്യങ്ങളും പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷമായി. അതുപോലെ തന്നെ അബിക്കും സമാധാനമായി. അല്ലാത്ത പക്ഷം സംസാരം തീരെ ഉണ്ടാവില്ല, ഈ നില തന്നെ തുടരുകയും ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിട്ട് വെട്ടിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഒന്നും പറയുന്നില്ല, ഒന്നും പ്രതികരിക്കുന്നില്ലാതെ. ഇങ്ങനൊരവസ്ഥയിൽ എത്ര കാലം ചികിത്സ വേണ്ടി വരുമെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ 3 മാസം വരെയും നമുക്ക് സമയം പറയാം. അതിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിറവേറിയിരിക്കും എന്ന കാര്യം തിരുമേനി പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ തിരുമേനി എന്ന് പറഞ്ഞൊരു അവിടുത്തെ ശിഷ്യൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വേണ്ടുന്ന സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് തിരുമേനിയാണെങ്കിൽ ഒരു ചന്ദനക്കുറി എടുത്ത് അമ്മയുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു. എന്നിട്ട് ഇവരോട് ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. പ്രാർത്ഥനയാണ് അത്യാവശ്യമെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നകുലിനെയും ഇന്ദ്രജയെയുമാണ്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ് എങ്ങനെ ഏത് രീതിയിൽ അബിയെ വഴിയിൽ കൊണ്ടുവരാം എന്നുള്ളത്. ഇവരാണെങ്കിൽ അവരെ കണ്ട കാര്യങ്ങളൊക്കെ ഏട്ടത്തിയോട് പറയുക. ആ വീട്ടിലെ സ്ഥിതിഗതികൾ അറിയാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എന്നും വീട് ഒഴിഞ്ഞു പോയ വിവരം അയാൾ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു എന്ന കാര്യം നകുലിനിങ്ങനെ പറയും. ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ശരിയാ, അത് സത്യമായ കാര്യം തന്നെയാണെന്ന് പറഞ്ഞപ്പം അവർ പോയത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ആർക്കും അവരുമായി യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. വീട് നോക്കുന്ന ആളോടിട്ട് പറഞ്ഞിട്ടും ഇല്ല എന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ഇന്ദ്രജിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. എല്ലാം രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ അവർ നടത്തുന്നതെന്നും അവർ കാറിൽ പോകുന്നത് കണ്ടപ്പോൾ വീടൊഴിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയതും ഇല്ല എന്ന് നകുലൻ പറയുക. അപ്പോൾ ഏട്ടത്തി ഇനിയുള്ള നമ്മുടെ നീക്കം എന്താണെന്ന് ഏട്ടത്തി എന്ന് പറയാൻ നകുലൻ ഇന്ദ്രജിയോട് പറയുമ്പോൾ, കുടുംബ വീട്ടിൽ നിന്ന് അവരിറങ്ങിയതാണെന്നും അവിടെ അഭിറാമിൻ്റെ അനിയനും ഭാര്യയാണ് താമസിക്കുന്നതെന്നല്ലേ പറഞ്ഞത്? അതെ, പിടിമുറുക്കാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലായപ്പോൾ ഏത് ബുദ്ധിയുള്ള പെണ്ണും ചെയ്യുന്ന കാര്യങ്ങളാണ് അവളും ചെയ്തിരിക്കുന്നത്. അവളുടെ കഴിഞ്ഞ കഥകളെല്ലാം അഭിറാമിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഇന്ദ്രജ പറയാം. നമ്മൾ രംഗത്ത് വന്നത് അഭിറാമിനും അറിയാവുന്ന കാര്യം തന്നെയാണെന്നും പിന്നെയുള്ള വഴി എന്താ, നമ്മുടെ കണ്ണിൽ പെടാത്തൊരു സ്ഥലത്തേക്ക് പോവുക, അതാണ് സംഭവം എന്നൊക്കെ ഇന്ദ്രജി ഇങ്ങനെ നകുലിനോട് പറയുവാണ്. എന്നും പറഞ്ഞുകൊണ്ട് നകുലൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ, കൈവിട്ട് പോയോ എന്നുള്ളൊരിതിൽ. അങ്ങനെ ഏട്ടത്തി അനിയനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ നമ്മൾ തലയിടാൻ പാടില്ല, തലയിട്ടിട്ട് കാര്യമില്ല, നടക്കില്ലെന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് അങ്ങനെ ഇതങ്ങ് കൈവിട്ട് കളയാൻ പറ്റുമോ എന്ന് നകുലൻ ചോദിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അങ്ങോട്ട് കേട്ടാൽ മതി, തിരിച്ച് നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ടെന്ന് ഏട്ടത്തി അനിയനോട് പറയണം. അതും പറഞ്ഞ് ഏട്ടത്തി അവിടെ നിന്ന് പോയി. നകുലനാണെങ്കിൽ ഷോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ അമ്മയുടെ അരികിൽ ജാനകി നിൽക്കുന്നു. അപ്പോൾ ഒരു ചേച്ചി അങ്ങോട്ടേക്ക് അവിടുത്തെ തിരുമേനിയുടെ ശിഷ്യം കൊണ്ടുവന്നു. അമ്മയുടെ കാര്യങ്ങളെല്ലാം ഇവർ നോക്കിക്കോളും, നിങ്ങൾ സംസാരിക്കുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തമ്മിൽ പരസ്പരം പരിചയപ്പെടുത്തിയിട്ട് അങ്ങോട്ടേക്ക് ആ ചേട്ടൻ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി നമ്മുടെ ജാനകിയായിട്ട് സംസാരിക്കാം
അങ്ങനെ ആ ചേച്ചി വന്ന അമ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ചോദിച്ചു. പിന്നെ അമ്മയുടെ അവസ്ഥകളെ പറ്റി പറഞ്ഞു. ഇതെല്ലാം കാര്യം പറഞ്ഞു കൊടുത്തു. ആ ചേച്ചിക്ക് ഏകദേശം അമ്മയെ പറ്റി ഒരു ധാരണയുണ്ടാക്കി കൊടുത്തു നമ്മുടെ ജാനകി. പിന്നെ ജാനകിയുടെ വിവരങ്ങളും ജാനകി പറഞ്ഞു. എനിക്കൊരു മകളുണ്ട്, അവൾ ചെറിയ കുട്ടിയാണ്, പിന്നെ മോള് ജനിച്ചതിന് ശേഷമാണ് ജോലി വേണ്ടെന്ന് വെച്ചത്, തുടങ്ങിയ കാര്യമൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു ജാനകിയെ. അമ്മ ഇവിടേക്കൊന്ന് ഇണങ്ങി തുടങ്ങിയോ എന്നൊന്ന് അറിയണമെന്ന് പറയുമ്പോൾ അമ്മയുടെ രീതികളെ പറ്റിയൊക്കെ ജാനകി പറഞ്ഞു തന്നതുപോലെ തന്നെ അനുസരിച്ച് ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. ആ പുള്ളിക്കാരി അങ്ങ് പോയി. ജാനകി അന്നേരം ഇവിടെ ഉള്ളിൽ തീയുമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ ഒരു സമയത്ത് ജാനകിയുടെ ഉള്ളിൽ പെടപ്പാ. കാരണം നകുലനെ പറ്റി ആലോചിച്ച് അയാളെ പറ്റിയാണ് അവിയേട്ടൻ പറഞ്ഞതെങ്കിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് അവർ തമ്മിൽ സംസാരിക്കാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജാനകി ചിന്തിക്കുക. എൻ്റെ പൊന്നു ദൈവമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ജാനകി ഇങ്ങനെ ചിന്തിക്കുന്നു. അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അതിനുശേഷം പിന്നെ അബി ഇങ്ങനെ പുറത്തിറങ്ങി നകുലം പറഞ്ഞതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അബിയും ആലോചിക്കുന്നു. ജാനകിയുടെ മുഖത്തുണ്ടായ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ അതൊക്കെ അബി ആലോചിക്കും കേട്ടോ. അപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് നകുലൻ എന്നെ കാണാൻ വന്നത്. അയാൾ എന്നെ ഫോളോ ചെയ്യുകയല്ലേ, ശരിക്കും ഞാൻ അയാളെ ഫോളോ ചെയ്യണം. ജാനകി അയാളെ കണ്ടിട്ടല്ലേ ശരിക്കും നെർവസ് ആയത്. അങ്ങനെയൊക്കെ അബി നിന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കേട്ടോ. രണ്ടുപേരും ഈ നകുലിനെ പറ്റി ശരിക്കും ചിന്തിക്കാൻ തുടങ്ങി. അവളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ വരെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ജാനകിക്ക് ഒരാളെ ചതിക്കാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ അബി ചിന്തിക്കുവാണ്. അങ്ങനെ അബിയുടെ മനസ്സിൽ ജാനകിയെക്കുറിച്ചൊരു മൈന്യൂട്ട് നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ അളകാപുരിയിൽ നമ്മുടെ പൊന്നുകുട്ടി ഇരുന്ന് ചിത്രം വരയ്ക്കുകയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജു ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. കുഞ്ഞിന് കഴിക്കാനുള്ള എന്തോ ആയിട്ട്. ഇത് എപ്പോൾ തുടങ്ങി എഴുത്തും വരെയാണെന്ന് മഞ്ജു ചേച്ചി ചോദിച്ചു. ഇതുവരെ തീർന്നില്ലേ പൊന്നു? നിരഞ്ജന ചെറിയമ്മയെ പോലെ വക്കീലാകാൻ പോവുകയാണോ മോള് എന്ന് ചോദിക്കുമ്പോൾ പൊന്നു പടം വരയ്ക്കുകയാണെന്ന് മഞ്ജു ആൻറ്റിക്ക് കണ്ടുകൂടെ എന്നും പൊന്നു അന്നേരം ചോദിച്ചു. അയ്യോ, ഞാൻ പൊന്നുവിൻ്റെ ബുക്കിൽ നോക്കിയില്ലല്ലോ. ഇതാരുടെ പടം ഈ വരയ്ക്കുന്നത്? അപ്പോൾ പറഞ്ഞാലും മഞ്ജു ആൻറ്റിക്ക് ആളെ അറിയില്ല എന്ന് പൊന്നുകുട്ടി പറയുകയാണേ. അത് രഹസ്യമായിട്ടുള്ള കാര്യമാണ്, ആരോടും പറഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞു നമ്മുടെ മഞ്ജു ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. പൊന്നുകുട്ടി നിറയെ പടങ്ങളൊക്കെ വരച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. കൈ നിറയെ മിഠായിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ആഹാ, പൊന്നുവിൻ്റെ അമ്മ വന്നല്ലോ എന്ന് മഞ്ജു പറയുമ്പോഴേക്കും കൊച്ചു പടം വരെയൊക്കെ മാറ്റി വെച്ചിട്ട് ഓടിച്ചെന്ന് ജാനകിയെ കെട്ടിപ്പിടിച്ചു. ജാനകി കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് പറയും. അങ്ങനെ അമ്മയും മോളും കൂടി അവിടെ ഇരുന്ന് വർത്താനമൊക്കെ തുടങ്ങി. അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് മിഠായിയൊക്കെ കൊടുത്തു. അപ്പോൾ അച്ഛൻ എവിടെ അമ്മയെന്ന് ചോദിച്ചു. അച്ഛൻ അമ്മയെ കാണാനായിട്ടല്ലേ അങ്ങോട്ട് വന്നത്. അമ്മയെ അച്ഛൻ ടൗണിൽ ഇറക്കി വിട്ടിട്ടേ ആരെയോ കാണാനായിട്ട് പോയെന്ന് ജാനകി പറയാം. അമ്മ ഓട്ടോ വിളിച്ചിങ്ങ് പോന്നു. അതെ, പിന്നെ അമ്മേ ഒരു കാര്യം ഉണ്ടായി. എന്ത് കാര്യം ഉണ്ടായേ? അപർണ ചെറിയമ്മ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു. എന്നിട്ടേ എന്നോട് ചോദിക്കുക അത് അമ്മാമ്മയാണോന്ന്. എന്നിട്ട് മോളെന്താ പറഞ്ഞേ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് ആരുടെ ഫോട്ടോയെ കാണിച്ചു തന്നേന്ന് ചോദിച്ചു. അത് മേരിയമ്മയുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞാൽ മേരിയമ്മയുടെ ഫോട്ടോ എങ്ങനെ ചെറിയമ്മയ്ക്ക് എങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചേ. അപ്പോൾ അതെനിക്കും അറിയില്ല അമ്മേ. നീ നേരിട്ട് കണ്ടതാണോ? ശരിക്കും കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടതാ അമ്മേ, അത് മേരിയമ്മയുടെ ഫോട്ടോ തന്നെ ഞാൻ കണ്ടതാ അമ്മേ. അപർണ ചെറിയമ്മയ്ക്ക് ആള് തെറ്റിപ്പോയതാണെന്ന കാര്യമൊക്കെ കൊച്ചിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ജാനകിയോട് വിവരങ്ങളെല്ലാം പറയും. അപ്പോൾ മേരിയമ്മയാണ് അതെന്ന് ഞാൻ അപർണ ചെറിയമ്മയോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അന്ന് വീട്ടിൽ വന്ന ആൾ അപർണയുടെ ആളായിരുന്നല്ലേ, അയാളെടുത്ത ഫോട്ടോയായിരിക്കും അപർണയുടെ കയ്യിൽ കിട്ടിയതെന്നും പറഞ്ഞ് ജാനകി അവിടെ നിൽക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് അമ്മയും മകളും, അതായത് അപർണയും അമ്മയും കൂടെ സംസാരിക്കുക. അപ്പോൾ എത്രയോ വർഷങ്ങളായി അച്ഛനെ അമ്മയ്ക്ക് അറിയാം. എന്തെങ്കിലും മോശമായൊരു സ്വഭാവം അച്ഛൻ്റെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് മകൾ അമ്മയോട് ചോദിക്കുവാണ്. ഒരു സംശയാസ്പദമായ കോൾ ഇത്രയും കാലത്തിനോടിടയ്ക്ക് അച്ഛൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ടോ? ഒരു കാര്യത്തിലും അച്ഛൻ ഒളിയും മറയും ഒന്നുമില്ല. അച്ഛന് ശരിയെന്ന് തോന്നുന്നത് വെട്ടി തുറന്നങ്ങ് പറയും. ദേഷ്യം വന്നാൽ അച്ഛൻ പ്രതികരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നതെന്ന് അമ്മ മോളോട് ചോദിക്കുക. സദാ നേരം വിശേടൻ ഭയന്നും മട്ടില്ല. രാത്രി എത്ര കഴിച്ചാലും ഉറക്കവും വരില്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഞാനാണെന്നും നീ വന്നു പോകുമ്പോഴല്ലേ അച്ഛനെ കാണുന്നുള്ളൂ എന്ന് ചോദിച്ചു. അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അമ്മ കരുതുന്നുണ്ടോ എന്ന് അപർണ ചോദിക്കുന്നു. ഉണ്ടെങ്കിലും മറച്ചു വയ്ക്കാതെ അമ്മ അത് പറയാൻ പറഞ്ഞു. ഈ പേടിയും പരിഭ്രമവും ഒക്കെ കാണുമ്പോൾ എന്താ അങ്ങനെ തോന്നത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മേ, ജാനകി വൈരാഗ്യം വെച്ച് അങ്ങനെ ആരോടും പെരുമാറത്തില്ല മോളെ. അവളെ ഇഷ്ടമല്ല എന്ന് വെച്ച് കുറ്റപ്പെടുത്തരുത്. അമ്മ പറഞ്ഞു വരുന്നത് അച്ഛൻ കുറ്റക്കാരനും ജാനകി സൽഗുണ സമ്പന്നയാണെന്നാണോ എന്ന് അപർണ അമ്മയോട് ചോദിച്ചു. സ്വന്തം ഭർത്താവിനെ അവർ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കുന്നത് അമ്മയ്ക്ക് അറിയില്ലേ?
കുറേ കള്ള സാക്ഷികൾ അവർക്ക് പണി കൊടുത്ത് അവൾ അച്ഛനെ ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്താലും അമ്മ പറയും ജാനകിയെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന്. അത് കേട്ട് അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുക. അവള് ദേവതയാണെന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഛേ, എന്തൊരു സ്ത്രീയാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ അപർണ അമ്മയോട് ചോദിക്കുവാണ്. കഴുത്തിൽ താലി കെട്ടിയവനോടല്ല അമ്മയ്ക്ക് സ്നേഹം, ആ മനുഷ്യനെ ജയിലഴി എണ്ണീക്കാൻ വ്രതമെടുത്തവളോടാണെന്ന് പറയുമ്പം ഒന്നും കാണാനുള്ള ശക്തി എനിക്കില്ല. ജാനകിയോട് സംസാരിച്ച് കേസ് ഒന്ന് അവസാനിപ്പിച്ച് തരാൻ നീ തന്നെ പറയാനായിട്ട് അമ്മ പറയുക. നീ പറഞ്ഞാൽ കേൾക്കാനുള്ള മനസ്സ് അവൾക്കുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ അമ്മ പറഞ്ഞത്? അമ്മ ഒന്നുകൂടി എന്നോട് പറഞ്ഞേ. ഒരു ബലവും ഇല്ലാതെ ജാനകി ഈ കേസിന് വരില്ല. ഈ കേസിന് നിന്റെ അച്ഛൻ തോറ്റു പോകുമെന്ന് ഉറപ്പാണെന്ന് അമ്മ മോളോട് പറയുക. ഇത് കേട്ടപ്പോഴത്തേക്ക് അപർണയ്ക്ക് ടെൻഷനായി, ചങ്കിടിക്കാൻ തുടങ്ങുന്നു. അപർണ കിടന്ന് അങ്ങോട്ട് നെട്ടോട്ട് ഓടാനും തുടങ്ങുന്നു. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പം പേടിയായി അപർണയ്ക്ക്. നിന്റെ അച്ഛൻ്റെ മാനവും പോയി, നീണ്ട കാലം ജയിലിൽ കിടക്കുന്നതിനേക്കാളും വലിയ കാര്യമാണോ, അല്ലെങ്കിൽ ചെറിയൊരു കാര്യമാണോ നീ അവളോട് സഹായം ചോദിക്കുന്നത്? രാധാമണി വാരസ്യാർ എന്നൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിന്റെ അച്ഛൻ രക്ഷപ്പെടുകയല്ലേ മോളെ വലിയ കാര്യമെന്ന് ചോദിക്കുമ്പം ജാനകിയുടെ കാല് ഞാൻ പിടിക്കുന്നത് കൂടി അമ്മയ്ക്ക് കാണണമല്ലേ എന്ന് അപർണ അമ്മയോട് ചോദിക്കുന്നു. അതിനെ അപർണ 100 ജന്മം ജനിക്കണം, അല്ലാതെ അപർണ അതിന് കിട്ടത്തില്ല എന്നും പറഞ്ഞ് ഈ കേസ് കോടതിയിൽ വന്നാലേ അത് നേരിടാൻ തന്നെയാണ് എൻ്റെ തീരുമാനമെന്നും അപർണ അമ്മയോട് വെല്ലുവിളിക്കുന്നു. ജാനകി എൻ്റെ കാല് പിടിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. അവളെയും അവളുടെ ഭർത്താവിനെയും ഇനിയും ദ്രോഹിക്കരുതെന്നുള്ള യാചനയുമായിട്ട് അവളെ ഞാൻ എൻ്റെ മുന്നിൽ കൊണ്ടുവരും. അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. എനിക്കും അവൾക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അവൾ തന്നെയായിരിക്കും എൻ്റെ ശത്രു എന്നും പറഞ്ഞുകൊണ്ട് അപർണ അവിടെ നിന്ന് പോവുക. പൊന്നുകുട്ടി അന്നേരം അവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തമ്പി അങ്ങോട്ടേക്ക് വരുന്നത്. തമ്പിയെ കണ്ടപ്പോൾ നമ്മുടെ കൊച്ചു പേടിയോടെ തമ്പി ഇങ്ങനെ നോക്കും. അപ്പോൾ എന്താണ് ഈ മോളെ നീ ഇങ്ങനെ നോക്കുന്നത് എന്ന്, നീ എന്നെ ആദ്യമായിട്ട് കാണുവാണോ എന്ന് കൊച്ചിനോട് തമ്പി ചോദിക്കുന്നു ഭയങ്കര സ്നേഹത്തോടെ. അപ്പോഴാണ് നമ്മുടെ അബി ഇറങ്ങി വരുന്നത്. മോൾ പേടിച്ചു പോയോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ആ സമയത്ത് നിങ്ങളെ കാണുമ്പോൾ അവൾക്ക് ഓരോരോ മുഖങ്ങൾ ഓർമ്മ വരും. അബി, ഇയാൾ നിനക്ക് ആരുമല്ല, കൊച്ചിനോട് പറഞ്ഞു. മോളകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ദേ, ആദ്യം എനിക്കൊരു മോളുണ്ടെന്ന് പറഞ്ഞു നീ വന്നു, ഇപ്പോൾ ഇങ്ങനെയോ ആക്കി. എങ്ങനെയാക്കിയെന്നാ താൻ ഈ പറയുന്നതെന്ന് അബി അന്നേരം തമ്പിയോട് ചോദിക്കും കേട്ടോ. രാധാമണി വാരസ്യാരെ കണ്ടിട്ടും സത്യങ്ങൾ അംഗീകരിച്ച് തരാൻ താൻ ഇപ്പോഴും തയ്യാറല്ല എന്ന കാര്യം അബി തമ്പിയോട് ചോദിക്കുക. തമ്പി ഇങ്ങനെ നിലത്തോട്ട് നോക്കി നിൽക്കുക. തന്നെ ഞാൻ വെറുതെ വിടണമെന്ന് പറയാനാണോ താൻ വന്നിരിക്കുന്നതെന്ന് അബി അന്നേരം ഇയാളോട് ചോദിച്ചു. ഇയാളും അതിനും മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നു. ആ പാവം സ്ത്രീക്ക് സംഭവിച്ചത് എന്താണെന്ന് താൻ അറിയണമെന്ന് പറഞ്ഞപ്പം എന്തിനാ അബിയേട്ടാ എന്ന് ജാനകി ചോദിക്കുമ്പോൾ വേണം, ഇയാൾക്ക് മനസാക്ഷി ഇല്ല എന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇയാൾ അറിയണമെന്ന് നമ്മുടെ അബി ജാനകിയോട് പറയുക. രാധാമണി വാരസ്യരുടെ അച്ഛൻ്റെ മരണം വരെ തനിക്ക് അറിയാവുന്നതല്ലേടോ എന്ന് അബി തമ്പിയോട് ചോദിച്ചു. പിന്നെ ആ മനുഷ്യൻ കേസിന് പോയപ്പോൾ താൻ കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കാം. ഇനി അതും കൂടി കേസിൽ എഴുതി കയറ്റിക്കോ നീ എന്ന് തമ്പി അന്നേരം അബിയോട് പറയുക. പരാതി കൊടുത്തിട്ട് വന്ന മനുഷ്യൻ എന്തിനാടോ പിന്നെ അന്ന് ആത്മഹത്യ ചെയ്തത് അത് താൻ പറയാനായിട്ട് പറഞ്ഞു നമ്മുടെ അബിയെ. ജാനകി ഭയങ്കര കലിപ്പിൽ നിൽക്കുക അന്നേരം. അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിലേ ആദ്യം കണ്ട പോലീസുകാരൻ പേടിപ്പിച്ചു മടക്കി അയച്ചപ്പോൾ തന്നെ ചെയ്യണമായിരുന്നു എന്ന കാര്യം തമ്പി ഇങ്ങനെ പറഞ്ഞു. നീതിക്ക് വേണ്ടി പോരാടാനാണ് ആ മനുഷ്യൻ തീരുമാനിച്ചത്. കാരണം അയാളുടെ മകളുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടായിരുന്നുവെന്ന് അബി പറയും. ഇവൻ അന്നേരത്തേക്കും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. രാധാമണി വാരസ്യാർക്ക് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ തനിക്കെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും തമ്പി ഇങ്ങനെ അബിയെ നോക്കുക. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ചന്ദ്രൻ മാഷും നാട്ടുകാരും കൂടെ ചേർന്ന് ഒരു ഓർഫണേജിൽ എത്തിക്കുകയാണ് ചെയ്തത്. ആരോടും തൻ്റെ കഥകൾ പറയാതെ നിർവികാരയായി അവരവിടെ ജീവിക്കുകയാണ് ചെയ്തതെന്നും വയറ്റിൽ വളരുന്ന കുഞ്ഞുമായിട്ട്. അപ്പോഴേക്കും തമ്പി ഇടന്ന് ഇങ്ങനെ പതറാൻ തുടങ്ങി. തമ്പിക്ക് ടെൻഷനായി. അവിടെയും അവരെ തേടി താൻ ചെന്നത് താൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തമ്പി അന്ന് ചെന്നതിനെ പറ്റി തമ്പി ഓർക്കുക. അതിനുശേഷം പിന്നെ നമ്മുടെ രാധാമണി അമ്മയ്ക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ അബി അവിടെ നിന്ന് വിശദമായിട്ട് പറഞ്ഞു. പിന്നെ ഭ്രാന്തിയായി അതിൽ ഓടിയതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ച് തമ്പിയെ അവിടെ ഇട്ട് ശരിക്കും ഇവർ രണ്ടും കൂടെ അങ്ങോട്ട് എന്നാ പറയുന്നത് ഹരാസ് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ തല്ലി കൊല്ലാറാക്കുന്നിടത്ത് എന്നത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.